കേരള ഗവർണർ ചുമതല ഒഴിഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ ടാറ്റ നൽകി യാത്രയയച്ച് SFI. ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ സർക്കാരിന്റെ യാത്രയയപ്പ് ചടങ്ങുണ്ടായില്ല. സംസ്ഥാന സർക്കാരിന് എല്ലാവിധ ആശംസകളും നൽകുന്നതായി ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് BJPയിലേക്ക് ചേക്കേറിയ ശേഷമാണ് 2019 സെപ്റ്റംബർ 6-ന് സംസ്ഥാനത്തിന്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. മുൻഗാമിയായ ജസ്റ്റിസ് P. സദാശിവം വരെയുള്ളവർ നടത്തിയ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചായിരുന്നു ഗവർണർ എന്ന നിലയിലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനം. ചുമതലയൊഴിഞ്ഞ് കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കാലം നൽകിയ വിധി പോലെ യാത്രയയപ്പും ഉണ്ടായില്ല. ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ സർക്കാർ യാത്രയയപ്പ് ഒഴിവാക്കി. I give my best wishes to the government of Kerala also, and I hope that they will work for the welfare of the people. It is not for me, and I think comparisons are always odious. You should never try to. Every individual is a unique personality. Never try to compare two individuals. Everybody will have his own style of function in his own way. We all try to serve, do our duty. ഭരണത്തലവൻ എന്ന പദവി മറന്ന ആരിഫ് മുഹമ്മദ് ഖാനെ മുഖ്യമന്ത്രി പലവട്ടം അത് ഓർമ്മിപ്പിച്ചു. വൈസ് ചാൻസലർമാരെയും സെനറ്റ് അംഗങ്ങളെയും സ്വയം നിയമിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം താളം തെറ്റിച്ച ചാൻസലർ ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും SFIയുടെ പ്രതിഷേധ ചൂടറിഞ്ഞു. കേരളം അങ്ങോളമിങ്ങോളം ഗവർണർ ഗോബാക്ക് വിളികൾ മുഴങ്ങി. പദവിയൊഴിഞ്ഞ് കേരളം വിടുമ്പോഴും വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ ടാറ്റ പറഞ്ഞാണ് SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.